നമസ്കാരം. 2025 ഓഗസ്റ്റ് 22 രാവിലെ ഏകദേശം ഒരു 10 മണിയാവും. ആ സമയത്താണ് പെരുമ്പാവൂരുള്ള തന്റെ വസതിയിലേക്ക് ബിഷപ്പ് മാത്യൂസ് ജേക്കബ് കണ്ടോത്തുകര എത്തുന്നത്. അദ്ദേഹത്തിന്റെ വീടിന്റെ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കും. നേരെ എതിർഭാഗത്തുള്ള പച്ചക്കറി കച്ചവടക്കാര് അവരുടെ സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വസതിയുടെ പുറകിലുള്ള ഷെഡിലാണ് കൊണ്ടുവയ്ക്കുന്നത്. ബിഷപ്പ് വരുമ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. ബിഷപ്പിന്റെ കാറ് ഗേറ്റിനകത്തേക്ക് കയറി. കാറ് ഗേറ്റിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ബിഷപ്പിന് ഒരു രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങി. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ബിഷപ്പ് പെട്ടെന്ന് മൂക്ക് പൊത്തിപ്പിടിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഡ്രൈവറും. ഡ്രൈവറോട് ബിഷപ്പ് ചോദിച്ചു, ഇടാ എന്തോ ഒരു നാറ്റം, അറിയില്ല ചോ, എന്തോ ചീഞ്ഞെന്ന് അറിയാണ്. അങ്ങനെ ആ ഡ്രൈവർ പറഞ്ഞതും അച്ഛനും ഡ്രൈവറും ആ വാഹനത്തിൽ നിന്ന് അവരുടെ വീടിന് നേരെ നടന്നു. വീടിനടുത്തേക്ക് നടക്കുമ്പോൾ ശരിക്കും സഹിക്കാൻ പറ്റാത്ത ഒരു ഗന്ധം അവർക്ക് അനുഭവപ്പെടുകയാണ്. അച്ചു എന്തോ ചത്ത് കിടക്കുകയാണ്, എലിയോ പെരിച്ചഴിയോ അങ്ങനെ എന്തെങ്കിലും ചത്ത് കിടക്കാവും. അങ്ങനെ ആ ഡ്രൈവർ പറഞ്ഞതും ബിഷപ്പ് ഡ്രൈവറോട് പറഞ്ഞു, നീ ആ പുറകിലേക്ക് പോയി നോക്ക്, ഞാനിവിടെ നിൽക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ബിഷപ്പ് ആ കാറിന്റെ അടുത്തുനിന്ന് നടന്ന് ഗേറ്റിന്റെ ഭാഗത്തേക്ക് വന്നു. ബിഷപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർ വീടിന്റെ പുറകോട്ട് നടക്കുമ്പോൾ ബിഷപ്പ് ഡ്രൈവറോട് വിളിച്ചു പറഞ്ഞു, ഇടാ നീ ആ പച്ചക്കറിയൊക്കെ വെക്കുന്ന ഭാഗം ഒന്ന് നോക്ക്. ബിഷപ്പിന്റെ വീടിന് എതിർവശത്തുള്ള പച്ചക്കറി കച്ചവടക്കാരൻ പച്ചക്കറി കൊണ്ടുവയ്ക്കുന്ന ആ ഷെഡിൽ എലിയോ പൂച്ചയോ അല്ലെങ്കിൽ ഈ പെരിച്ചഴിയോ ഇങ്ങനെ കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ കയറി അവ അവിടെ ഇങ്ങനെ ചത്ത് കിടപ്പുണ്ടെങ്കിൽ അതായിരിക്കും നാറുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബിഷപ്പ് ഗേറ്റിനടുത്തെത്തി. ഈ സമയത്ത് ആ പച്ചക്കറി കട അടഞ്ഞു കിടക്കുകയാണ്. പച്ചക്കറി കട അടഞ്ഞു കിടക്കുകയാണെങ്കിലും ഗ്രീൻ വ്യൂ ഹോട്ടൽ തുറന്നു കിടപ്പുണ്ട്. ബിഷപ്പ് റോഡിനടുത്തുകൂടി ആ ഗ്രീൻ വ്യൂ ഹോട്ടലിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഹോട്ടലിന്റെ അടുത്തേക്ക് ബിഷപ്പ് നടന്നു വരുന്ന കണ്ടതും ഹോട്ടലുകാരൻ പുറത്തേക്ക് ഇറങ്ങി. അശോ എന്താ അച്ചോ ഇങ്ങോട്ട് ഇടോ, വീട്ടില് എന്തോ ചത്ത് കിടക്കുകയാണ്, വല്ലാത്ത നാറ്റം. ഞാൻ അവനോട് ഒന്ന് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ബിഷപ്പ് തന്നെ ഡ്രൈവറോട് പറഞ്ഞ കാര്യം ബിഷപ്പ് ആ കടക്കാരനോട് പറഞ്ഞു. അത് കേട്ടതും ആ കടക്കാരൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരിക്കെ, ഞാൻ കൂടി ഒന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ആ കടക്കാരൻ ബിഷപ്പിനെ അവിടെ ഇരുത്തിയിട്ട് ബിഷപ്പിന്റെ വീട്ടിലേക്ക് നടന്നു. ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതും ആ കടക്കാരനും ആ ഡ്രൈവറും കൂടി തിരിച്ച് ബിഷപ്പിന്റെ അടുത്തെത്തി. അവർ രണ്ടുപേരും മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. അവിടെ എത്തിയ ആ കടക്കാരൻ ബിഷപ്പിനോട് പറഞ്ഞു, അച്ഛോ ഇത് പെരിച്ചാഴിയും പൂച്ചയൊന്നും അല്ല, വേറെ എന്തോ ആണ്. ആ സെപ്റ്റിക് ടാങ്കിന്റെ ഭാഗത്തുനിന്ന് ഗന്ധം വരുന്നത്. സെപ്റ്റിക് ടാങ്കിനകത്ത് എന്തോ വീണിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്കിനകത്ത് എന്തോ വീണു എന്ന് കേട്ടപ്പോ അച്ഛന്റെ മുഖത്ത് ഒരു അമ്പരപ്പ്. സെപ്റ്റിക് ടാങ്കിനകത്ത് ഈ പൂച്ചയോ എലിയോ അല്ലെങ്കിൽ പെരിച്ചഴിയോ വിടാനുള്ള ഒരു സാധ്യതയുമില്ല. വളരെ ഭംഗിയായിട്ട് ആ ടാങ്ക് കവർ ചെയ്തിട്ടുണ്ട്. ആ ടാങ്കിന്റെ മൂടി വലിച്ചു നീക്കിയിട്ട് ഒരു പൂച്ച അകത്തേക്ക് ചാടാനോ അല്ലെങ്കിൽ എലി വീഴാനോ ഒരു സാധ്യതയുമില്ല. പെട്ടെന്ന് സംശയം തോന്നിയ അച്ഛൻ അവരോട് ചോദിച്ചു, സെപ്റ്റിക് ടാങ്കിന്റെ മൂടി അടച്ചിട്ടില്ലേ? അച്ഛൻ അത് അടച്ചിട്ടുണ്ട്, മൂടി അടച്ചിട്ടുണ്ട്, പക്ഷേ എന്തോ ചത്തതിന്റെ രൂക്ഷഗന്ധം ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരികയും ചെയ്യുകയാണ്. അത് ഒരു വല്ലാത്ത സംശയം ബിഷപ്പിനുണ്ടാക്കി. ബിഷപ്പിന് മാത്രമല്ല, ഈ സംഭാഷണം കേട്ട് നിൽക്കുന്ന അവിടെ ആ സമയത്ത് കടയിലുണ്ടായിരുന്ന ആളുകൾക്കും ആ സംശയം തോന്നുകയാണ്. അച്ഛോ ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഞങ്ങളൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ആളുകള് ഒന്നടങ്കം ആ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്തേക്ക് ഓടിയെത്തി. നേരത്തെ നടന്നുപോയ ആളുകൾ ഇപ്പൊ ശരിക്കും ഓടുകയാണ്. എന്തോ ഒരു അസ്വാഭാവികത അവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു. ബിഷപ്പും അവരുടെ പുറകെ അങ്ങോട്ടേക്ക് നടന്നു. ബിഷപ്പ് അവിടെ നടന്നെത്തുമ്പോൾ അവിടെ എത്തിയ ആളുകളൊക്കെ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് ആ സെപ്റ്റിക് ടാങ്കിന്റെ ചുറ്റും ഒന്ന് നോക്കുകയാണ്. അവിടെ എത്തിയ ബിഷപ്പിനോടായി അവർ പറഞ്ഞു, അച്ചോ ഇത് കണ്ട രക്തം, അവിടെ പുല്ലിലൊക്കെ രക്തം വീണ് കിടപ്പുണ്ട്. ആ രക്തം ആ പുല്ലിലൂടെ വീണ് ആ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഈ കാഴ്ചകൾ സ്വാഭാവികമായിട്ടും അവിടെ കൂടി നിൽക്കുന്ന ആ ആളുകൾക്കും അച്ഛനും ഒക്കെ ഒരു വല്ലാത്ത സംശയം ഉണ്ടാക്കുകയാണ്. അതോടൊപ്പം ഒരു വലിയ അസ്വസ്ഥയും. ആളുകൾ അച്ഛനോട് പറഞ്ഞു, അച്ഛോ പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത്. പൂച്ചയോ എലിയോ അല്ലെങ്കിൽ പെരിച്ചഴിയോ ഒക്കെ ചത്താൽ ആരും എടുത്ത് ആ സെപ്റ്റിക് ടാങ്കിനകത്തേക്ക് അങ്ങനെ ഇടത്തില്ല. സെപ്റ്റിക് ടാങ്കിന്റെ സൈഡിലൂടെ തുറന്ന് എലിയോ പെരിച്ചഴിയോ ഇറങ്ങാനുള്ള ഒരു സാധ്യതയുമില്ല. കോൺക്രീറ്റ് സെപ്റ്റിക് ടാങ്കാണ്. ആ ടാങ്കിനകത്തേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. അത് അച്ഛന് നന്നായി അറിയാം. ബിഷപ്പ് ആ ആളുകൾ പറഞ്ഞ വിവരം കേട്ടതും സമയത്തുള്ള സ്റ്റേഷനിലേക്ക് വിളിച്ചു. ബിഷപ്പ് മാത്യു ജേക്കബ് കണ്ടോത്തുകര അദ്ദേഹത്തിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് രൂക്ഷമായ ഒരു ഗന്ധം വരുന്ന കാര്യം പോലീസിനെ അറിയിച്ചിട്ട് അദ്ദേഹം കണ്ട കാര്യങ്ങൾ കൂടി അവരോട് റിപ്പോർട്ട് ചെയ്തു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും ഫോൺ അറ്റൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ ബിഷപ്പിനോട് അവരുടൻ എത്താമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. വാക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ പോലീസ് സംഘം അവിടെ എത്തുകയും ചെയ്തു. ഈ സമയമായപ്പോൾ റോഡിൽ കൂടെ പോകുന്ന മറ്റാളുകളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടാണെങ്കിലും ആ സെപ്റ്റിക് ടാങ്കിന്റെ ചുറ്റുമൊക്കെ നോക്കിയാണ്. രക്തം അവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ചില ആളുകൾ ആ കാര്യം
വന്ന ആളുകളോട് പറഞ്ഞപ്പോൾ ആ രക്തത്തിൽ ചവിട്ടാതെ മാറി നിന്നൊക്കെയാണ് ആളുകൾ ഇപ്പോൾ നോക്കുന്നത്. സെപ്റ്റിക് ടാങ്കിനകത്ത് എന്തോ ഉണ്ട്, അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായി ആളുകൾക്ക് കൂടി വരുമ്പോഴാണ് പോലീസ് സംഘം അവിടെ എത്തുന്നത്. പോലീസ് ആ സംഭവ സ്ഥലം പരിശോധിക്കുമ്പോൾ ബിഷപ്പ് പോലീസിനോട് പറഞ്ഞു, ഞാൻ 19-ാം തീയതി ഇവിടെ വന്നിരുന്നു. അന്ന് ഈ പുറകിലത്തെ ഷെഡിന്റെ വശത്ത് ഗ്രില്ല് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതിയത് പച്ചക്കറി കടക്കാരൻ സാധനം കൊണ്ടുവയ്ക്കുന്നതിനിടയിൽ അവന്റെ വണ്ടി എങ്ങനെ തട്ടി പൊളിഞ്ഞു നടന്നാണ്. ഇപ്പൊ എനിക്കെന്തോ സംശയം തോന്നുകയാണ്. അച്ഛൻ ആ കാര്യം കൂടി പറഞ്ഞപ്പോ പോലീസ് ഉടൻ തന്നെ ഈ സെപ്റ്റിക് ടാങ്ക് തുറക്കുകയും അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ടീമുകളെ വിവരം അറിയിച്ചു. സെപ്റ്റിക് ടാങ്ക് തുറക്കുന്നതിന് അതിൻ്റെതായ ആളുകൾ വേണം. എന്തായാലും ആ ആളുകൾ വരാൻ ഏകദേശം ഒരു 45 മിനിറ്റ് സമയം വേണമെന്ന് മനസ്സിലായത് പോലീസ് ആ ഷെഡിലേക്ക് നടന്നു. അച്ഛൻ പറഞ്ഞതുപോലെ ആ ഗ്രില്ല് ഒന്ന് ഞണങ്ങിയിട്ടുണ്ട്. ശരിക്കും എന്തോ ഇടിച്ചതിന്റെ ഫലമായിട്ട് ഗ്രില്ല് പൊളിഞ്ഞതാണ്. ആ പച്ചക്കറി കടക്കാരൻ പച്ചക്കറി കൊണ്ടുവയ്ക്കുന്നതിനിടയിൽ സംഭവിച്ചതായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയതും ആളുകൾ ആ പച്ചക്കറി കട നടത്തുന്ന ആളുകളെ അവിടേക്ക് വിളിപ്പിച്ചു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കടയുമായി ബന്ധപ്പെട്ട 2 ആളുകൾ അവിടെ എത്തി. അവരോട് കാര്യം തിരക്കിയപ്പോൾ രാജേഷ് എന്ന വ്യക്തി അവരോട് പറഞ്ഞു, അച്ഛോ അതെന്റെ വണ്ടി ഒരു തട്ടിയതാണ്. ഞാൻ നാളെ സാധനം ഇറക്കി വെക്കാനായിട്ട് വണ്ടി ഇങ്ങനെ അറ്റം വരെ കൊണ്ടുവന്നാൽ. രാജേഷെ ക്ലാരിറ്റി വരുത്തിയതും ആ നാറ്റം സഹിക്കാൻ വയ്യാതായ പോലീസ് നാട്ടുകാർക്കൊപ്പം ആ ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം 45 മിനിറ്റ് കഴിയും ആ സെപ്റ്റിക് ടാങ്ക് തുറക്കാനുള്ള ആളുകൾ എത്താൻ. അത്രയും സമയം അവിടെ ആ മൂക്ക് പൊത്തിപ്പിടിച്ച് നിൽക്കുന്നതിനേക്കാൾ പുറത്തിറങ്ങി നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ പോലീസ് പുറത്തിറങ്ങിയതാണ്. പക്ഷേ പുറത്തിറങ്ങിയ പോലീസ് പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. എപ്പോഴാണ് ആദ്യമായി ആ നാറ്റം അനുഭവപ്പെട്ടെന്നുള്ള ചോദ്യത്തിന് ബിഷപ്പാണ് ഉത്തരം പറഞ്ഞത്. അന്ന് രാവിലെ 10 മണിക്ക് ബിഷപ്പ് അവിടെ എത്തിയപ്പോഴാണ് ബിഷപ്പിന് ആ നാറ്റം അനുഭവപ്പെട്ടത്. പക്ഷേ ആ ഹോട്ടലിലെ ആള് പറഞ്ഞു, സർ എനിക്ക് ഇന്നലെ മുതലേ നാറ്റം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കാറ്റടിക്കുമ്പോൾ നമുക്ക് ഒരു നാറ്റം അനുഭവപ്പെട്ടിരുന്നു. ഏതാനും ദിവസത്തെ പഴക്കമുള്ള എന്തോ ഒന്ന് ആ സെപ്റ്റിക് ടാങ്കിനകത്തുണ്ട്. ആ കടക്കാരന്റെ മറുപടിയിൽ നിന്ന് പോലീസിന് ഏകദേശം ഒരു ധാരണ ഉണ്ടായി. അവർ കാത്തിരുന്ന ആ പണിക്കാരെത്തിയതും സെപ്റ്റിക് ടാങ്ക് തുറന്നു. സെപ്റ്റിക് ടാങ്ക് ഏതാണ്ട് മുഖഭാഗത്തോളം നിറഞ്ഞു കിടക്കുകയാണ്. സെപ്റ്റിക് ടാങ്ക് തുറക്കുമ്പോൾ സ്വാഭാവികമായും രൂക്ഷ ഗന്ധമാണല്ലോ. അതിനു പുറമെയാണ് അകത്ത് എന്തോ ചത്ത് കിടക്കുന്നതിന്റെ ഗന്ധവും. എന്തായാലും ആ 2 ഗന്ധവും കൂടി സഹിക്കാൻ പറ്റാതായപ്പോ ആളുകൾ ഒരുപാട് പേര് റോഡിലേക്ക് ഇറങ്ങി. റോഡിൽ ഇറങ്ങി നിൽക്കുന്ന ആളുകൾ സെപ്റ്റിക് ടാങ്കിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള സാധനത്തെ കുറിച്ചൊക്കെ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അകത്തുണ്ടായിരുന്ന ആളുകൾ ഉറക്കെ വിളിക്കുന്ന ശബ്ദം കേട്ട് അവർ ഓടി ചെല്ലുമ്പോൾ ആ ടാങ്കിനകത്തുനിന്ന് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ആ ടാങ്ക് പരിശോധിക്കുന്ന ആളുകൾ പൊക്കി പുറത്തെത്തിച്ചിരിക്കുകയാണ്. അവിടെ പായിലേക്ക് ആ സ്ത്രീയുടെ ഡെഡ് ബോഡി കിടത്തപ്പോൾ കണ്ട ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഒരു സ്ത്രീയുടെ ബോഡി തന്നെയാണ് അത്. നന്നായി അഴുകി തുടങ്ങിയിരിക്കുന്ന ബോഡിയാണ്. 50 വയസ്സിന് മുകളിൽ എന്തായാലും ആ സ്ത്രീക്ക് പ്രായം കാണും. ആ സ്ത്രീയുടെ ദേഹത്ത് ഒരു തുണിയുമില്ല. അവരുടെ തല തകർന്നിട്ടുണ്ട്. ആ സ്ത്രീയുടെ ദേഹത്ത് വസ്ത്രങ്ങൾ കാണാതെ വന്നതും ആ ടാങ്കിനകത്ത് വസ്ത്രങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആ ടാങ്ക് പരിശോധിക്കുന്ന ആളുകളോട് പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ അവര് വീണ്ടും ആ ടാങ്ക് മുങ്ങി തപ്പി തുടങ്ങി. ആ ടാങ്കിനകത്തുനിന്ന് അവസാനം അവർക്ക് ഒരു ചുറ്റിക കിട്ടി. ബോഡി നന്നായി അഴുകി തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൂടുതൽ നേരം അവിടെ ആ ബോഡി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആ ബോഡിയുടെ അടുത്ത് പോലും ഒരാളും എത്തുന്നില്ല. അത്ര രൂക്ഷ ഗന്ധമാണ് ആളുകൾക്ക് അനുഭവപ്പെടുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ആ ബോഡി ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫോറൻസിക് ടീം സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ഫോറൻസിക് വിദഗ്ധൻ ആ ബോഡിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ബാക്കി എല്ലാ ആളുകളും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ആ ഫോറൻസിക് വിദഗ്ധൻ കർപ്പൂരം പൊടിച്ച് കയ്യിൽ ശരിക്കും തേച്ച് പിടിപ്പിക്കുകയാണ്. ആ കർപ്പൂരത്തിന്റെ ഗന്ധം ആ നാറ്റത്തിൽ നിന്ന് അയാളെ രക്ഷിക്കുന്നു എന്ന് പറയാം. ശരിക്കും നന്നായി കർപ്പൂരം പൊടിച്ച് മൂക്കിലേക്ക് ആ കർപ്പൂരം വലിച്ചു കയറ്റിയതിനു ശേഷമാണ് ആ ഫോറൻസിക് വിദഗ്ധൻ ആ ബോഡി പരിശോധിക്കാനായി ആ ബോഡിയുടെ അടുത്തേക്ക് ഇരിക്കുന്നത്. നന്നായി അഴുകി തുടങ്ങിയിരിക്കുന്ന ആ ബോഡിയുടെ തലയിൽ ചുറ്റിക കൊണ്ട് അടിയേറ്റതുപോലെ ആ ഭാഗം പൊളിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയുടെ തല അടിച്ച് പൊട്ടിച്ച അതേ ചുറ്റിക തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കാൻ സാധ്യതയുള്ളത്. ചുറ്റികയുടെ അളവും തല പൊട്ടിയിരിക്കുന്നതിന്റെ അളവും ഏകദേശം ആ കാര്യം വ്യക്തമാക്കുകയാണ്. കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ള ഒരു സംവിധാനത്തിലല്ല ആ ബോഡി എന്ന് കണ്ടതുകൊണ്ടുകൂടിയാണ് ഫോറൻസിക് വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം ബോഡി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ബാക്കി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്യാമെന്നുള്ള ഒരു ധാരണയിലേക്ക് പോലീസും എത്തിയെന്ന് പറയാം. എന്തായാലും അവിടെ നിന്ന് ആ ഫോറൻസിക് ടീം രക്തത്തുള്ളികളുടെ സാമ്പിള് ശേഖരിച്ചിരുന്നു. അതുപോലെ ആ പൊളിഞ്ഞ ഗ്രില്ലുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വിരലടയാളം വല്ലതും കിട്ടുമെന്നും അവർ നോക്കുന്നുണ്ടായിരുന്നു. കിട്ടാവുന്ന തെളിവുകളൊക്കെ അവിടുന്ന് ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഫോറൻസിക് ടീം കടക്കുമ്പോഴേക്കും പോലീസ് ആ ബോഡി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. ആ സ്ത്രീയുടെ ബോഡി പരിശോധിക്കുന്ന ഡോക്ടേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞു, ഇവർക്ക് ഒരു 60 വയസ്സെങ്കിലും പ്രായം വരും.
ഇവിടെ കഴുത്തിൽ ഒരു സർജറി നടന്നിട്ടുണ്ട്. തൈറോയിഡിന് തലയിൽ ചുറ്റികൊണ്ട് അടിച്ച് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മരിച്ചിട്ട് ഒരു 3-4 ദിവസമെങ്കിലും ആകും. പ്രാഥമിക നിഗമനങ്ങൾ എന്ന നിലയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് തുടക്കം കുറിക്കുന്ന ആ ഡോക്ടർ ആ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. മിസ്സിംഗ് കേസ് എന്തെങ്കിലും അവരുടെ സ്റ്റേഷൻ അതിർത്തിയിലോ സമീപത്തുള്ള സ്റ്റേഷൻ അതിർത്തിയിലോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ബോഡി കിട്ടിയ സ്ഥലത്തുനിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്തു നിന്നുള്ള ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയപ്പെടുന്നത്. 61 വയസ്സുള്ള ശാന്ത എന്ന സ്ത്രീയെ കാണാനില്ല എന്ന പരാതിയുമായി അവരുടെ മകനും മരുമകളുമാണ് 18-ാം തീയതി രാത്രിയോടുകൂടി സ്റ്റേഷനിലെത്തിയിരുന്നത്. പോലീസ് ആ സ്ത്രീയുടെ മിസ്സിംഗ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീയുടെ പ്രത്യേകതകൾ മരുമകള് വളരെ വ്യക്തമായിട്ട് തന്നെ ആ മിസ്സിംഗ് കേസ് പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് തൈറോയിഡിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മരുമകള് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അവളുടെ അമ്മായിയമ്മ എപ്പോഴും ധാരാളം ആഭരണങ്ങൾ ധരിക്കും എന്നുള്ള കാര്യമാണ് ആ പരാതിയിൽ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 12 പവന്റെയെങ്കിലും ആഭരണങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടാവും. 2 കാതിലും കമ്മല് അണിഞ്ഞിരിക്കും, മാലയുണ്ടാവും, വളയുണ്ടാവും. ഇത്രയും ആഭരണങ്ങൾ ഇല്ലാതെ അവളുടെ അമ്മായിയമ്മ പുറത്തേക്ക് ഇറങ്ങാറേയില്ല. ആ കാര്യങ്ങൾ വായിച്ചപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെച്ച് ഡോക്ടർ ചൂണ്ടിക്കാണിച്ച കാര്യം ഓർമ്മ വന്നത്. ആ സ്ത്രീയുടെ ഒരു കാത് വലിച്ചു പറിച്ചിരിക്കുകയാണ്. അവരണിഞ്ഞിരുന്ന കമ്മല് അഴിച്ചെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ കമ്മല് വലിച്ചു പിടിച്ച് പറിച്ചെടുത്തിരിക്കുകയാണ്. സംഭവം മോഷണമാണ്. ആ സ്ത്രീയുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ആ സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോ പോലീസിന് കാര്യം വ്യക്തമാണ്. ആരായിരിക്കാം ആ സ്ത്രീയെ കൊന്നത്? 18-ാം തീയതി രാത്രി ആ പരാതി ലഭിച്ച അന്ന് മുതൽ പോലീസ് ആ സ്ത്രീയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നിടയിൽ ഒരു കാര്യം പോലീസിന് ശ്രദ്ധയപ്പെട്ടിരുന്നു. അവരുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഊന്നുകാൽ എന്ന സ്ഥലത്ത് വെച്ചാണ്. ഊന്നുകാലാണ് ശാന്തയുടെ സ്ഥലം. അവരുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയ ആ വിവരം അറിഞ്ഞ ആ നിമിഷത്തിൽ അന്വേഷണ സംഘം ആ സ്ത്രീയെ അവസാനം ആരാണ് വിളിച്ചതെന്നുള്ള കാര്യം തിരക്കിയിരുന്നു. അവരുടെ കോൾ ഡേറ്റ റെക്കോർഡ് എടുത്തപ്പോൾ അവര് അവസാനം സംസാരിച്ചിരിക്കുന്നത് ഒരു രാജേഷിനോടാണെന്ന് പോലീസ് കണ്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജേഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. രാജേഷും അവരും തമ്മിൽ ചില പണ ഇടപാടുകളൊക്കെ ഉണ്ട്. രാജേഷിന്റെ കച്ചവടത്തിന് വേണ്ടി അവര് പണം കൊടുക്കാറുണ്ട്. ആ കാര്യവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഫോൺ വിളിക്കാറുമുണ്ട്. 18-ാം തീയതി രാജേഷ് അങ്ങോട്ടും അവരിങ്ങോട്ടും ഒക്കെ വിളിച്ചിരുന്നു. ആ കാര്യം രാജേഷ് പോലീസിൽ പറയുകയും ചെയ്തു. അവർ മിസ്സായ കാര്യം രാജേഷ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ മൊഴി 2-3 ആവർത്തി വായിച്ച പോലീസ് ഇപ്പോ അവർക്ക് കിട്ടിയിരിക്കുന്ന ബോഡിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ ഈ 2 സംഭവങ്ങളെയും ബന്ധിപ്പിച്ചൊന്ന് നോക്കിയാണ്. കാണാതിരിക്കുന്ന ശാന്തയുടെ ഡെഡ് ബോഡിയാണോ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്? അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം ഈ രാജേഷ് എന്ന പേരുകാരനാണ്. അവിടെ ആ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലത്ത് ആ ബിഷപ്പിന്റെ വീടിന്റെ ഷെഡിലെ ആ ഗ്രില്ല് തകർന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാള് ഒരു രാജേഷാണ്. ആ രാജേഷിന് പച്ചക്കറി കച്ചവടമാണ്. ഇപ്പൊ ഈ ശാന്ത മിസ്സിംഗ് കേസിൽ പോലീസ് അന്വേഷിച്ച് ചോദ്യം ചെയ്ത രാജേഷിനും കച്ചവടമാണ്. പക്ഷെ അത് എന്ത് കച്ചവടമാണെന്നുള്ള കാര്യം ആ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ടോ പോലീസ് രേഖപ്പെടുത്താൻ വിട്ടുപോയിരിക്കുകയാണ്. ഈ 2 രാജേഷ്മാരും ഒരാളാണോ അതോ 2 പേരാണോ അതറിയാനായി ആ പച്ചക്കറി കച്ചവടക്കാരനായ രാജേഷിന്റെ നമ്പറിലേക്ക് പോലീസ് വിളിച്ചു. അപ്പോ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. രാജേഷ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നു. നേരത്തെ ശാന്തയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഒരു രാജേഷിനെ വിളിച്ചിരുന്നു. ആ രാജേഷിന്റെ ഫോണ് വർക്കിംഗ് ആണോ എന്നറിയാനായി ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ 2ഉം ഒരേ നമ്പറാണ്. പച്ചക്കറി കച്ചവടം ചെയ്യുന്ന രാജേഷും മിസ്സിംഗ് കേസിൽ പോലീസ് ചോദ്യം ചെയ്ത രാജേഷും ഒരേ ആള് തന്നെയാണ്. പക്ഷെ ഇപ്പൊ അയാളുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. കൊല്ലപ്പെട്ടിരിക്കുന്നത് ശാന്തയാകാനുള്ള സാധ്യതയിലേക്ക് അങ്ങനെയാണ് പോലീസ് എത്തുന്നത്. പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ ഒരു DNA പരിശോധന അനിവാര്യമാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആ ഡെഡ് ബോഡി DNA പരിശോധനയ്ക്ക് വിധേയമാക്കി. DNA പരിശോധന ഫലം വന്നപ്പോൾ ആ കാര്യം കൺഫേമായി. കൊല്ലപ്പെട്ടിരിക്കുന്നത് ശാന്ത തന്നെയാണ്. 12 പവൻ ആഭരണവും അണിഞ്ഞ് വീടിന് പുറത്തേക്കിറങ്ങിയ ശാന്തയെ ആരോ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആരോ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോഴും ഇപ്പൊ പോലീസിന്റെ സംശയം പൂർണ്ണമായും ആ പച്ചക്കറി കച്ചവടക്കാരനായ രാജേഷിലേക്ക് വരുന്നുണ്ട്. രാജേഷിലേക്ക് ആ സംശയം ഒന്നുകൂടി ഉറപ്പിക്കത്തക്ക ശൈലിയിൽ ബിഷപ്പിന്റെ വീടിന് സമീപത്തുള്ള ആളുകളുടെയും ആ ചായക്കടയിൽ ചായ കുടിക്കാനും മറ്റും എത്തുന്ന ആളുകളുടെയും ചില മൊഴികൾ കൂടി ഇടയാവുകയാണ്. ആ ചായ കുടിക്കാൻ വന്ന ആളുകളിൽ ഒരാൾ മൂത്രം ഒഴിക്കാനായി ബിഷപ്പിന്റെ ആ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കയറിയപ്പോൾ രാജേഷിനെ അവിടെ ഒരു ദിവസം അയാൾ കണ്ടായിരുന്നു. അത് അന്ന് തീയതി 16-17 മറ്റോ ആണ്.
കൃത്യമായിട്ട് അയാൾക്ക് ഡേറ്റ് ഓർമ്മയില്ല. രാജേഷ് ആ പരിസരമൊക്കെ നടന്ന് നോക്കുന്നതാണ് അയാൾ കണ്ടത്. അയാളെ കണ്ടതും രാജേഷ് തിരിച്ചു നടന്ന് ആ കടയിലേക്ക് പോയി. എതിരെ കടയുള്ള ആള് ബിഷപ്പിന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ കയറി നിൽക്കുന്നതിൽ വേറെ അതിശയൊന്നും ആ സമയത്ത് ആ ചായ കുടിക്കാൻ വന്ന ആൾക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാള് അതിന് അന്ന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല. ഇപ്പൊ അയാൾക്കൊരു സംശയം തോന്നുകയാണ്. രാജേഷ് ശാന്തയെ കൊന്നിട്ട് ആ ബോഡി ഒളിപ്പിക്കാനുള്ള സ്ഥലം നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ബിഷപ്പിന്റെ കോമ്പൗണ്ടിന്റെ പുറകിലേക്ക് എത്തിയതാണ്. കോമ്പൗണ്ടിന്റെ പുറകിലേക്ക് അങ്ങനെ രാജേഷ് എത്തേണ്ട ഒരു കാര്യമില്ല. രാജേഷ് അവിടെ ആ ഷെഡില് അവന്റെ കടയിലെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ആ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് രാജേഷ് സാധാരണ ഇതിൽ പോകേണ്ട ആളല്ല. അതാണ് ഇപ്പൊ അയാൾക്ക് സംശയം ഉണ്ടായത്. അയാൾ ആ കാര്യം പോലീസിന് റിപ്പോർട്ട് ചെയ്തു. രാജേഷിനെ അവിടെ പണിക്ക് നിൽക്കുന്ന ഒരാൾ ഇതിനിടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ബിഷപ്പിന്റെ വീടിന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നത് തന്നെ ബിഷപ്പിന്റെ വീട്ടിൽ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ടാണ്. ആ റിനോവേഷൻ വർക്കിന്റെ ഭാഗമായ ഒരാള് ആ കോമ്പൗണ്ടിനകത്ത് രാജേഷ് അവിടെയുള്ള ആ പേരമരത്തിൽ നിന്ന് പേരയ്ക്ക പറിച്ച് കഴിക്കുന്നതായി കണ്ടതായി ഓർക്കുന്നുണ്ട്. ഈ മൊഴികളൊക്കെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. രാജേഷ് കൂടെ ബിഷപ്പിന്റെ ആ കോമ്പൗണ്ടിനകത്ത് കയറാറുണ്ട്. എന്തിനായിരിക്കാം അവൻ ആ കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നത്? അതിന്റെ കാരണം അറിയണമെങ്കിൽ രാജേഷിനെ കിട്ടണം. രാജേഷിന്റെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. രാജേഷിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എറണാകുളത്ത് വെച്ചാണ്. പെരുമ്പാവൂരിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറിയിട്ട് ഹൈവേയിലൂടെ എറണാകുളത്തേക്ക് രാജേഷ് യാത്ര ചെയ്തതിന്റെ വിശദാംശങ്ങൾ അങ്ങനെയാണ് പോലീസ് കളക്ട് ചെയ്യുന്നത്. അനവധി മൊബൈൽ ടവറുകൾ കവർ ചെയ്ത് അവൻ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുകയാണ്. പെരുമ്പാവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് അവൻ എന്തിനാണ് ഈ സമയത്ത് പോയത്? എറണാകുളത്ത് എത്തിയതിനു ശേഷം എന്തിനായിരിക്കാം അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? പെരുമ്പാവൂരുള്ള പോലീസ് സംഘം മഫ്റ്റിയിൽ ആ കാര്യങ്ങൾ കുറച്ചുകൂടി ഉറപ്പാക്കാൻ വേണ്ടി എറണാകുളത്തെത്തി. അവര് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളം ഉൾപ്പെടെയുള്ള സകല സ്ഥലങ്ങളിലും രഹസ്യമായി നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. രാജേഷ് ദൂരോട്ട് എങ്ങോട്ടോ മുങ്ങാൻ പോവുകയാണ്. പെരുമ്പാവൂരിൽ നിന്ന് അവന് ട്രിവാൻഡ്രത്തേക്കോ അല്ലെങ്കിൽ തൃശ്ശൂരേക്ക് പോകാൻ വളരെ എളുപ്പമായിരുന്നു. ധാരാളം ബസ്സുകൾ ഈ രണ്ട് മേഖലയിലേക്കും ആ ഭാഗത്തു നിന്ന് പോകുന്നുണ്ട്. ആ ബസ്സുകളിൽ കയറാതെ അവൻ നേരെ പോയിരിക്കുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളത്തേക്ക് അവൻ പോയിരിക്കുന്നത് ദീർഘദൂര ട്രെയിനുകൾ ലക്ഷ്യമിട്ടായിരിക്കും. നെടുമ്പാശ്ശേരിയിലേക്ക് എന്തായാലും അവൻ പോയിട്ടില്ല. ഫ്ലൈറ്റ് അല്ല അവന്റെ ടാർഗറ്റ്, റെയിൽവേ സ്റ്റേഷനാണ്. ആ കാര്യം ഏകദേശം ധാരണയായതും എറണാകുളം പോലീസിന്റെ സഹായത്തോടുകൂടി എറണാകുളത്തെ നോർത്തും സൗത്തും പോലീസ് നിരീക്ഷണത്തിലാക്കി. ഇനി ദീർഘദൂര യാത്രയുടെ ഭാഗമായി അവൻ KSRTC ബസ് സ്റ്റാൻഡ് വഴി മുങ്ങുകയാണെങ്കിലും അങ്ങനെ ഒരു സംശയം തോന്നിയതും എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡും നിരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. രാജേഷിന്റെ ഫോട്ടോ എല്ലാവരുടെ കൈവശമുണ്ട്. പിടികിട്ടാപ്പുള്ളിയാണെന്നുള്ള ശൈലിയിലുള്ള ഒരു പരസ്യം പോലീസ് കൊടുത്തിട്ടില്ലെങ്കിലും പോലീസ് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ രാജേഷിന്റെ ഫോട്ടോ കാര്യമായി പ്രചരിപ്പിച്ചിരിക്കുകയാണ്. പോലീസിന്റെ ഈ ഫീൽഡിലെ ഓഫീസേഴ്സ് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സൈബർ സെല്ല് അവന്റെ ഫോൺ അങ്ങനെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലിരിക്കുന്ന ഫോണ് ആഗസ്റ്റ് 27 രാത്രി 8:30 മണിയായപ്പോൾ അവന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയി. ഫോൺ സ്വിച്ച് ഓൺ ആയിരിക്കുന്നത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലാണ്. രാജേഷിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയ വിവരം ആ നിമിഷം തന്നെ സൈബർ പോലീസ് ഫീൽഡിൽ നിൽക്കുന്ന പോലീസുകാർക്ക് റിപ്പോർട്ട് ചെയ്ത് ആ സമയത്ത് അവർ ഒരു കാര്യം കൂടി കണ്ടു. രാജേഷ് അവന്റെ ഫോണിലൂടെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്തത് KSRTCയിലാണ്. ആ വിവരം ഉടൻ തന്നെ സൈബർ സെല്ല് ഫീൽഡിലേക്ക് റിപ്പോർട്ട് ചെയ്തു. മറൈൻ ഡ്രൈവിൽ നിൽക്കുന്ന രാജേഷിനെ പെട്ടെന്നാണ് പോലീസ് വളയുന്നത്. പോലീസ് ദൂരെ നിന്ന് രാജേഷിനെ കണ്ടു. രാജേഷിനെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആ വിവരം മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായി അയാളുടെ വിസിലെടുത്ത് ഒന്ന് ഊതി. പോലീസിന്റെ വിസിൽ ഒരു സൂചനയാണ്. ആ വിസിൽ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമയത്തുള്ള എല്ലാ പോലീസുകാരും ആ വിസിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടിയെത്തുമല്ലോ. അവരുടെ ആ വിസിൽ പോലീസുകാർക്ക് മാത്രമല്ല ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്, രാജേഷിനും ഇൻഫർമേഷൻ കിട്ടി. തന്നെ പോലീസ് വളഞ്ഞിരിക്കുന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയ രാജേഷ് ആ നിമിഷം അവൻ വന്ന ആ ബൈക്കിൽ ഒരൊറ്റ പാച്ചിൽ. മറൈൻ ഡ്രൈവിൽ നിന്ന് അതിവേഗം ആ ബൈക്ക് പാഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവനെ നേരിൽ കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ വാഹനത്തിൽ രാജേഷിനെ പിന്തുടർന്നു. ആ നിമിഷം തന്നെ വയർലെസ് സെറ്റ് വഴി രാജേഷ് ബൈക്കിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വിവരം ഫീൽഡിലുള്ള സകല പോലീസുകാരിലേക്ക് എത്തുകയാണ്. പിന്നീട് നമ്മൾ കണ്ടത് എറണാകുളത്തെ രസിപ്പിച്ച ഒരു ചെയ്സാണ്. ആ ചെയ്സിൽ സിനിമയിൽ കാണുന്ന പോലെ പോലീസിനെ കബളിപ്പിക്കാനൊന്നും രാജേഷിന് പറ്റില്ലല്ലോ. പോലീസ് രാജേഷിനെ ആ രാത്രി തന്നെ എറണാകുളത്തെ MG റോഡിൽ പിടികൂടി. അയാളെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ അവന് ഒളിക്കാനൊന്നുമില്ല. അവൻ തന്നെയാണ് ശാന്തയെ കൊന്നതെന്ന് അവൻ തുടക്കത്തിലെ സമ്മതിച്ചു. ശാന്തയെ എന്തിനാണ് കൊന്നതിന്റെ ഉത്തരവും അവന്റെ കയ്യിലുണ്ട്. ശാന്തയുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ എടുക്കാൻ അവരെ കൊല്ലുക അല്ലാതെ വേറെ മാർഗമൊന്നും അവന്റെ ഉണ്ടായിരുന്നില്ല. 2025 ഓഗസ്റ്റിൽ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കുതിച്ചു കയറുന്ന സ്വർണ്ണവിലയാണ് അവനെ ശാന്തയുടെ ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങൾ ശ്രദ്ധിക്കാൻ ഇടയാക്കിയത്. 12 പവനോളം ആഭരണം എപ്പോഴും ധരിച്ചിരിക്കുന്ന ആളാണ് ശാന്ത. ആ ആഭരണങ്ങൾ ശാന്ത ധരിച്ചിരിക്കുന്നത് രാജേഷിന് നന്നായി അറിയാവുന്ന കാര്യമാണ്. രാജേഷ് അവരെ നിന്ന്
അവന്റെ കച്ചവടത്തിന് വേണ്ടി പലപ്പോഴും പണമൊക്കെ വാങ്ങാറുണ്ട്. ആ പണ ഇടപാട് വളരെ സുഗമമായി നടക്കുന്നതുകൊണ്ട് തന്നെ രാജേഷിനെ ശാന്തയ്ക്ക് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ഒന്ന് ഉപയോഗപ്പെടുത്തിയാൽ ശാന്തയെ അവസാനിപ്പിച്ച് ആ സ്വർണം എടുത്ത് തന്റെ കടകളൊക്കെ വീട്ടാമെന്നൊരു ധാരണ രാജേഷിന് ഉണ്ടായപ്പോഴാണ് രാജേഷ് മറ്റാരോടും ചർച്ച ചെയ്യാതെ ഒറ്റയ്ക്ക് ആ പ്ലാൻ ഉണ്ടാക്കിയത്. ശാന്തയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യണം? ശാന്തയെ കൊലപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയ നിമിഷത്തിൽ രാജേഷിന്റെ മനസ്സിലേക്ക് ആദ്യമേ വന്ന ചോദ്യം അതാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം അവന് ലഭിച്ചത് അവൻ സ്ഥിരമായി ആ പച്ചക്കറി ബിഷപ്പിന്റെ ആ ഷെഡിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്താണ്. ഷെഡിൽ പച്ചക്കറി കൊണ്ടുവച്ചിട്ട് കടയിലേക്ക് മടങ്ങുന്ന സമയത്ത് വളരെ യാദൃശ്യവശാലാണ് ആ സെപ്റ്റിക് ടാങ്ക് അവന് ശ്രദ്ധയപ്പെട്ടത്. ആ സെപ്റ്റിക് ടാങ്ക് റോഡിൽ നിന്ന് നോക്കി കാണാവുന്ന സ്ഥലത്തല്ല, വീടിന്റെ ഒരു മറവ് ആ സെപ്റ്റിക് ടാങ്കിനുണ്ട്. ആ സെപ്റ്റിക് ടാങ്കിനകത്ത് ശാന്തയുടെ ബോഡി കൊണ്ടിട്ടാൽ ശാന്ത അവിടെ അവസാനിക്കും. ശാന്തയെ കാണാനില്ലാതാകുമ്പോൾ അയാളെ എന്തായാലും പോലീസ് ചോദ്യം ചെയ്യും. ശാന്ത മിസ്സായതുമായി ബന്ധപ്പെട്ടായിരിക്കും അയാളെ ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യൽ അത്ര കടുത്തതാവില്ല. ശാന്തയുടെ ബോഡി കിട്ടാത്തടത്തോളം കാലം ശാന്ത കൊല്ലപ്പെട്ടത് ആരും മനസ്സിലാക്കില്ല. കുറെ നാൾ കഴിയുമ്പോൾ ആ സെപ്റ്റിക് ടാങ്കിനകത്ത് ആ ബോഡി അലിഞ്ഞു തീരും. പിന്നെ 15-20 വർഷം കഴിയുമ്പോഴായിരിക്കും ആ ടാങ്ക് തുറക്കുക. അപ്പോൾ ആ ടാങ്കിനകത്തുള്ള തലയോട്ടിയും എല്ലുകളും ഒക്കെ ആരുടേതാണെന്ന് ആരറിയാനാ? അങ്ങനെ ഒരു കാൽക്കുലേഷൻ രാജേഷ് നടത്തിയ അടിസ്ഥാനത്തിലാണ് രാജേഷ് ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. അവൻ ശാന്തയെ കൊന്ന് ബിഷപ്പിന്റെ വീടിന്റെ പുറകിൽ ആ ബോഡി എത്തിച്ച് ആ ബോഡി ആ ടാങ്കിലേക്ക് നിക്ഷേപിക്കുന്ന കാഴ്ച ആർക്കൊക്കെ കാണാൻ പറ്റും? അതറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പല പകലും അവൻ ബിഷപ്പിന്റെ വീടിന്റെ പുറകിലെത്തിയത്. പുറകുവശത്ത് കുറച്ച് മാറിയൊക്കെ വീടുകളുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് ബിഷപ്പിന്റെ കോമ്പൗണ്ടിനകത്ത് നടക്കുന്ന കാര്യം കാണാൻ പറ്റുമോ എന്നറിയാനായി അവൻ പേരയ്ക്ക പറിച്ചും കഴിച്ചും ഒക്കെ ആ ഭാഗം ഒന്ന് നിരീക്ഷിച്ചു. ആരും അവിടെ നടക്കുന്ന കാര്യം കാണത്തില്ല. ബൈനോക്കുലറൊക്കെ വെച്ച് അവിടേക്ക് ആളുകൾ അങ്ങനെ നോക്കി നിന്നാൽ മാത്രമേ അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ശ്രദ്ധയപ്പെടുത്തുള്ളൂ. ബോഡി രാത്രിയാണ് കൊണ്ടുവന്ന് ഇടുന്നെങ്കിൽ ആര് നോക്കിയാലും കാണത്തുമില്ല. അതും ഏകദേശം ഉറപ്പാണ്. രാജേഷ് സാധനങ്ങൾ വെക്കാനും എടുക്കാനുമായി സ്ഥിരമായി ആ കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നതുകൊണ്ട് രാജേഷ് കയറിയാൽ ആരും രാജേഷിനെ ശ്രദ്ധിക്കത്തുമില്ല. അതും രാജേഷിന് അനുകൂലമായ ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കിയതിനു ശേഷമാണ് അവൻ 18-ാം തീയതി ശാന്തയെ വിളിക്കുന്നത്. അവൻ കൊടുക്കാനുള്ള കാശ് റെഡിയായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശാന്ത ഓട്ടോമാറ്റിക്കായിട്ട് രാജേഷിനെ കാണാൻ എത്തിയതാണ്. അവരെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പണം കുറേശ്ശെ രാജേഷ് തിരിച്ചു കൊടുക്കാറുണ്ട്. രാജേഷിനോട് അവർക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ വിളിച്ചപ്പോൾ അവരെത്തി. അവർ സാധാരണ രാജേഷിന്റെ വണ്ടിയിൽ കാറിന്റെ മുൻ സീറ്റിലാണ് കയറുക. കാറിൽ കയറിയപ്പോൾ രാജേഷ് അവരോട് പറഞ്ഞു, ചേച്ചി പണം വീട്ടിൽ ഇരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ പറഞ്ഞ് രാജേഷ് അവരെയും കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് കാറ് നിർത്തി. കാറ് രാജേഷ് നിർത്തിയപ്പോൾ അവര് രാജേഷിനോട് ചോദിക്കുകയും ചെയ്തു, എന്തു പറ്റി രാജേഷ്? ചേച്ചി കാറിന് എന്തൊരു മിസ്സിങ്, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാറിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ രാജേഷ് ആ ഡ്രൈവറുടെ സീറ്റ് വഴി വാഹനത്തിന്റെ പുറകിലേക്ക് എത്തി. അവൻ കാറ് നിർത്തിയിരിക്കുന്ന ആ മേഖലയിൽ വേറെ ആളുകളൊന്നുമില്ല. ആ സ്ഥലമൊക്കെ വളരെ നേരത്തെ തന്നെ രാജേഷ് നോക്കി ഉറപ്പുവരുത്തിയതാണ്. അവൻ കാറിന്റെ പുറകിൽ കൂടെ നടന്ന് ബാക്കിലത്തെ ടയറൊക്കെ നോക്കി മുൻവശത്ത് ആ ശാന്ത ഇരിക്കുന്ന ഭാഗത്തെ ആ ടയറിന്റെ അടുത്ത് വന്നു. അവര് രാജേഷിനോട് സംസാരിക്കാൻ ശ്രമിച്ചതും പെട്ടെന്നാണ് രാജേഷ് 2 കൈയും കൊണ്ട് അവരെ കഴുത്തിലങ്ങ് മുറുക്കി പിടിച്ചത്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ രാജേഷ് അവരുടെ ആ കഴുത്ത് സീറ്റിലേക്ക് ചേർത്ത് പിടിച്ച് അങ്ങ് അമർത്തി. അവർ മരിച്ചു എന്ന് ഉറപ്പാക്കുന്നവരെ രാജേഷ് ആ കഴുത്തിൽ അങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. അവർ മരിച്ചു എന്ന് ഉറപ്പായതും അവരെ മുംബൈയിൽ നിന്നെടുത്ത് പുറകിലത്തെ ഡോറ് തുറന്ന് ആ പുറകിലത്തെ സീറ്റിൽ കിടത്തി. രാജേഷ് ആ വാഹനവുമായി ടൗണിലൂടെ ഒന്ന് കറങ്ങിയിട്ട് ബിഷപ്പിന്റെ ആ വീട്ടിലെത്തി. അപ്പോ പകലാണ് സമയം. രാജേഷിന്റെ വാഹനം എപ്പോഴും ആ വീടിനകത്ത് കയറുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ആരും കാര്യമായി അത് ശ്രദ്ധിക്കത്തില്ല. രാജേഷിന്റെ ഭാഗ്യത്തിന് അന്ന് അവിടെ ഈ വർക്കില്ലാതിരുന്ന ദിവസമാണ്. രാജേഷ് സാധാരണഗതിയിൽ അവന്റെ കാറ് നിർത്തുന്ന സ്ഥലത്തല്ല അന്ന് കാർ നിർത്തിയത്. അവന് ആ കാറ് പുറകിലത്തെ ഷെഡ് വരെ കൊണ്ടുപോകണമായിരുന്നു. ഏറ്റവും പുറകിലെത്തിയിട്ടാണ് അവന് ശാന്തയുടെ ബോഡി എടുക്കേണ്ടത്. അവന്റെ കാറ് അപ്പോ റോഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത അത്ര ദൂരത്തെത്തിയിട്ടുണ്ടാവും. അത് ഉറപ്പാക്കാനായിട്ടാണ് അവൻ ആ കാറ് അത്രയും പുറകിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് ആ പുറകിലത്തെ ഷെഡിലെ ഗ്രില്ലിൽ അവന്റെ കാർ ഇടിക്കുന്നത്. ആ കാറ് ഷെഡിൽ ഇടിച്ചതും അവൻ കാറ് നിർത്തി, കാറിൽ നിന്നിറങ്ങി ബാക്കിലെ ഡോറ് തുറന്ന് ശാന്തയെ വലിച്ചിഴച്ച് പുറത്ത് കിടത്തി. ആ പുല്ലിലാണ് കിടത്തിയത്. പുല്ലി കിടത്തിയപ്പോൾ അവനൊരു സംശയം, ആ സ്ത്രീ മരിച്ചില്ലേ എന്നൊരു സംശയം. അങ്ങനെ തോന്നിയതും അവൻ നേരത്തെ കരുതിയിരുന്ന ചുറ്റിക എടുത്തുകൊണ്ടുവന്ന് അവിടെ തലയിൽ ആഞ്ഞൊരൊറ്റ അടി. ആ അടി തലയിൽ പതിച്ചപ്പോൾ അവരൊന്ന് ഞെരങ്ങുകയും ചെയ്തു. ശരിക്കും ആ സ്ത്രീക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു. അടിയേറ്റ് അവര് നിശ്ചലയായതും രാജേഷ് ആ സെപ്റ്റിക് ടാങ്കിന്റെ അടപ്പ് നീക്കി. നല്ല കരുത്തനാണ് രാജേഷ്. അതുകൊണ്ട് തന്നെ അവന്
ആ അടപ്പ് നീക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ അവിടെ ആ സെപ്റ്റിക് ടാങ്കിന് അടുത്ത് വന്ന് ആ അടപ്പ് നീക്കാൻ പറ്റുമെന്ന് നോക്കി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അവൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അടപ്പ് നീക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് അവൻ യഥാർത്ഥത്തിൽ ശാന്തയെ കൊല്ലുന്നത്. സെപ്റ്റിക് ടാങ്കിന്റെ അടപ്പ് നീക്കി കഴിഞ്ഞപ്പോൾ അവനൊരു സംശയം, നാളെ ഇനി എപ്പോഴെങ്കിലും ആ ബോഡി കാണുമ്പോൾ ആ ബോഡി ശാന്തയുടേതാണെന്ന് തിരിച്ചറിഞ്ഞാലും ശാന്തയാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് അവർ അണിഞ്ഞിരിക്കുന്ന ആ വസ്ത്രങ്ങളാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടായതും രാജേഷ് ആ സ്ത്രീയുടെ ദേഹത്തുണ്ടായിരുന്ന മുഴുവൻ വസ്ത്രങ്ങളും അഴിച്ചെടുത്തു. പൂർണ്ണ നഗ്നയാക്കി മാറ്റിയതിനു ശേഷം അവരണിഞ്ഞിരുന്ന ആഭരണങ്ങളെല്ലാം അഴിച്ചെടുത്തു. വളയും മാലയൊക്കെ. ഒരു കമ്മല് ഊരി, മറ്റേ കമ്മല് ഊരാൻ പറ്റുന്നില്ല. മരിച്ച കക്ഷിക്ക് ഇനിയിപ്പോ കമ്മൽ എന്തിനാ എന്ന് കരുതി രാജേഷ് ആ കമ്മല് വലിച്ചു പൊട്ടിച്ചതും ചെവിയുടെ ഒരു ഭാഗം അടർന്നു. അതെല്ലാം അവൻ ബാഗിലേക്ക് മാറ്റി. വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഈ ആഭരണങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അവൻ ആ ബോഡി വലിച്ച് ആ ടാങ്കിനടുത്ത് കൊണ്ടുവന്ന് ടാങ്കിലേക്ക് ഇട്ടു. ടാങ്കിൽ ഒരു ശബ്ദത്തോടുകൂടി ആ ബോഡി വീഴുമ്പോൾ അവൻ ആ ഷെഡിനടുത്ത് വന്ന് പതുക്കെ റോഡിലോട്ട് നോക്കിയായിരുന്നു. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ആ ശബ്ദം കേട്ടു എന്നാണ് അവൻ നോക്കിയത്. ഭാഗ്യത്തിന് റോഡിലൊന്നും ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. സെപ്റ്റിക് ടാങ്കിനകത്തേക്ക് ബോഡി വീണപ്പോൾ ചെറിയൊരു ശബ്ദം കേട്ടിരുന്നു. റോഡിലൂടെ പോകുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അത്തരൊരു ശബ്ദം തിരിച്ചറിയൂ. അവിടെ ആ സമയത്ത് റോഡിൽ ആരും ഉണ്ടാകാത്തത് കൊണ്ട് അങ്ങനെ ഒരു ശ്രദ്ധയും ഉണ്ടായില്ല. ആ ബോഡി ആ സെപ്റ്റിക് ടാങ്കിനകത്തേക്ക് അങ്ങ് മുങ്ങിപ്പോകുമ്പോൾ അവൻ ആ ചുറ്റിലും കൂടി എടുത്ത് അതിനകത്തേക്ക് ഇട്ടു. ടാങ്ക് നന്നായി അടച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവൻ ആ ബാഗും ആഭരണങ്ങളുമായി കാറിനകത്തേക്ക് കയറി കാർ ഓടിച്ച് പുറത്തുപോയി. ഇനി അവന്റെ ലക്ഷ്യം ആ വസ്ത്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൻ നേരത്തെ സ്ഥലമൊന്നും കണ്ടുവച്ചിരുന്നില്ല. പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് അവൻ ആ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു. ആ വസ്ത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ രാജേഷിന് ഒരു കാര്യം ഉറപ്പാണ്, ശാന്തയെ കാണാനില്ല എന്ന പരാതി മിക്കവാറും അന്ന് രാത്രി അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ സ്റ്റേഷനിലെത്തും. സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് രാജേഷിന്റെ അടുത്തെത്തും. രാജേഷിന്റെ കാറിനകത്ത് പരിശോധന നടത്തിയാൽ ഏതെങ്കിലും ശൈലിയിൽ എന്തെങ്കിലും തെളിവുകൾ കാറിൽ ഉണ്ടെങ്കിൽ രാജേഷ് പെടും. അത് ഒഴിവാക്കാനായി രാജേഷ് പിറ്റേ ദിവസം രാവിലെ തന്നെ അവന്റെ വാഹനത്തെ ഈ അപ്പോൾസ്റ്ററി പണിയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തെത്തിച്ചു. സീറ്റ് കവർ മാറ്റണം, അതാണ് രാജേഷിന്റെ ആവശ്യം. അപ്പോൾസ്റ്ററി പണിക്കാർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പണിയാണ് ഈ കാറുകളുടെ സീറ്റ് കവറൊക്കെ മാറ്റുക എന്നുള്ളത്. അവര് വളരെ സന്തോഷത്തോടെ ആ പണി ഏറ്റെടുക്കുകയും ആ വാഹനം എടുക്കുകയും ചെയ്തു. രാജേഷ് ആഭരണങ്ങളുമായി ഒരു ജുവലറി എത്തി അതിൽ നിന്ന് കുറച്ച് അവിടെ വിറ്റു. ആ ആഭരണങ്ങളൊക്കെ രാജേഷ് വിൽക്കുന്നത് 19-ാം തീയതിയാണ്. 20-ാം തീയതിയും 21-ാം തീയതിയും രാജേഷ് അവരുടെ പച്ചക്കറിക്കടയിൽ എത്തിയിരുന്നു. 22-ാം തീയതിയാണ് ബിഷപ്പ് അവിടെ എത്തുന്നതും ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് രൂക്ഷഗന്ധം വരുന്നതും അനുഭവിക്കുന്നത്. ആ വിവരം പറഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ രാജേഷ് അന്ന് ഈ ശാന്തയുടെ ബോഡി ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പൊക്കിയെടുക്കുന്ന പ്രക്രിയയിൽ പോലീസിനും നാട്ടുകാർക്കൊപ്പം സഹായിച്ച ആളാണ്. ശാന്ത അവന് നല്ല പരിചയമാണ്. സ്വാഭാവികമായിട്ട് ആ സമയത്ത് നാട്ടുകാര് രാജേഷിനോട് ശാന്തയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ രാജേഷും അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയുകയും ചെയ്തതാണ്. പോലീസുകാരും രാജേഷിനോട് സംസാരിച്ചതാണ്. 22 കഴിഞ്ഞ് 23 ആയപ്പോൾ രാജേഷിന് ഒരു സംശയം തോന്നി. അന്വേഷണം ചിലപ്പോ തന്നിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് സംശയം തോന്നിയപ്പോഴാണ് രാജേഷ് ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. 3 ദിവസം അവൻ ഒടുവിൽ കഴിഞ്ഞതിന് ശേഷം 27-ാം തീയതി എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും അവിടുന്ന് മറ്റെങ്ങോട്ടെങ്കിലും മുങ്ങാനായിരുന്നു അവന്റെ പരിപാടി. പക്ഷേ അതിന് അവസരം കൊടുക്കാതെ നമ്മുടെ പോലീസ് അവനെ സമർത്ഥമായി ഓട്ടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. ഇതിനിടയിൽ രാജേഷിനെതിരെ ഒരുപാട് തെളിവുകൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിലൊന്ന് രാജേഷിന്റെ കാറുമായി ബന്ധിപ്പിച്ചാണ്. രാജേഷും ഈ ശാന്തയും കൂടി കാറിൽ യാത്ര ചെയ്യുന്ന വിഷ്വലുകൾ ചില ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡിലെയും അതുപോലെ കടകളിലെയും വീടുകളിലേക്ക് ക്യാമറകളിൽ പലപ്പോഴും അത്തരം വിഷ്വലുകൾ പതിയും. രാജേഷ് റോഡിലൂടെ പോയപ്പോൾ CCTV ക്യാമറ ഉള്ള ഭാഗത്തൂടെയാണ് പോയിരുന്നത്. അതിനകത്തുനിന്നുള്ള വിഷ്വലുകളിൽ കുറെ ദൂരം രാജേഷും ശാന്തയും ഉള്ളത് കാണാം. പിന്നീട് നമ്മൾ കാണുമ്പോൾ രാജേഷ് മാത്രമേ ഉള്ളൂ. രാജേഷൻ ശാന്തയും ഉണ്ടായിരുന്ന സ്ഥലം മുതൽ രാജേഷ് മാത്രമുള്ള സ്ഥലം വരെയുള്ള ആ സ്ഥലം, അവിടെ വെച്ചാണ് ശാന്ത മിസ്സായിരിക്കുന്നതെന്ന് ഏകദേശം ഒരു ധാരണ പോലീസ് ഇതിനിടയിൽ ഉണ്ടാക്കിയിരുന്നു. രാജേഷിനെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ. അതിനു പുറമെയാണ് രാജേഷിന്റെ കാറ് കസ്റ്റഡി എടുത്തപ്പോൾ പോലീസിന് കിട്ടിയ തെളിവുകൾ. ആ സീറ്റ് കവർ രാജേഷ് മാറ്റാൻ ഏൽപ്പിച്ചിരുന്നെങ്കിലും ആ കടക്കാര് ആ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ മുൻവശത്തെ സീറ്റ് കവറിൽ നിന്ന് ശാന്തയുടെ രോമവും മുടിയൊക്കെ ഫോറൻസിക് ടീം കണ്ടെത്തി. അതിനു പുറമെ ഫോറൻസിക് ടീം ഈ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്തുനിന്ന് കണ്ടെത്തിയ രക്തവും DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. കാറിൽ നിന്ന് കിട്ടിയ രോമവും മുടിയും രക്തവും എല്ലാം ശാന്തയുടേതാണെന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മറൈൻ ഡ്രൈവിൽ നിൽക്കുന്ന രാജേഷിലേക്ക് പോലീസ് എത്തിയിരുന്നത്. വളരെ സമർത്ഥമായ ഒരു അന്വേഷണമാണ്
യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള പോലീസ് നടത്തിയത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.